എല്ലാവർക്കും കർത്താവിൽ സ്നേഹവന്ദനം. എൻ്റെ പേര് കെ സാബു. ഞാൻ താമസിക്കുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര വൈലം പുലമൺ പ്രദേശത്താണ്. ഞാൻ 7 വർഷം ഗൾഫിൻ്റെ മേഖലയിൽ ജോലി ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുശേഷം പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ നാട്ടിലായിരിക്കുന്ന സമയത്ത് അനേക ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. ജോലിയോടുള്ള ബന്ധത്തിൽ ഗുജറാത്തിൻ്റെ പ്രദേശത്ത് 7 വർഷത്തോളം ജോലി ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ നാട്ടിൽ മടങ്ങി വന്ന് എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഞങ്ങൾ ഒരുപാട് വിഷമത്തിലൊക്കെ ആയി ഇങ്ങനെ ഇരിക്കുമ്പോൾ ബിസിനസ്സെല്ലാം തകർന്ന് ഞാൻ മറ്റൊരു വല്ലാത്ത വിഷമഘട്ടത്തിലാകുന്ന സമയത്ത് ഞാൻ ഗൾഫിൽ പോകാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും എങ്ങനെ അത് സാധ്യമാകുമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഓഫീസ് ജീവിതമായ ജോലികൾ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഒരു ലെവൽ താഴോട്ട് ഇറങ്ങി വെൽഡിങ് പഠിച്ചിട്ട് എക്സ്റേ വെൽഡിങ് പാസ്സായിട്ട് ഇവിടെ നിന്ന് ഞാൻ ദുബൈയുടെ പ്രദേശത്തേക്ക് ജോലിയോടുള്ള ബന്ധത്തിൽ കടന്നു പോകാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ആ സമയത്ത് ഞാൻ വിശ്വാസിയല്ല, ഞാനൊരു പാരമ്പര്യ ക്രിസ്ത്യാനിയായിട്ട് ഞാൻ ആയിരുന്നു. എന്നാൽ അതിന് ശേഷം ഞാൻ നാട്ടിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ പലരും എന്നോട് ദൈവദാസന്മാർ എന്നോട് പറയുകയുണ്ടായി, ഞാൻ ജോലിയോടുള്ള ബന്ധമല്ല നിനക്കുള്ളത്, സുവിശേഷ വേലയാണെന്ന് എന്നോട് പറയുകയും ഞാൻ എന്നാൽ അതിനൊന്നും ഏൽപ്പിച്ചു കൊടുക്കാതെ ഞാനിങ്ങനെ എൻ്റെ ഓരോ കാര്യങ്ങൾ ക്രമപ്പെടുത്തിക്കൊണ്ട് നടക്കുകയായിരുന്നു. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓരോ പ്രാവശ്യവും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് കിട്ടിയാൽ ഞാൻ വേലയ്ക്ക് ഇറങ്ങാം എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ എനിക്ക് ഭവനം ലഭിക്കാനായിട്ട് ദൈവം ഇടയാക്കി തന്നു. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇതിൻ്റെയൊക്കെ മേളിൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ചു. എന്നാൽ അതിൽ വീണ്ടും ഞാൻ ദൈവത്തിനെ പിടികൊടുക്കാതെ ഇങ്ങനെ നടക്കുന്ന സാഹചര്യത്തിൽ ഒരു കൺവെൻഷൻ്റെ മെസ്സേജിൽ വലിയൊരു അത്ഭുത സാക്ഷ്യം കേൾപ്പാനായിട്ട് ഇടയായിത്തീർന്നു. വചനം പറഞ്ഞ ദേവദാസൻ ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു, തനിക്ക് അറിയാവുന്ന ഒരു വ്യക്തി അനേക പ്രാവശ്യം തന്നെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുവാനായിട്ട് ആഹ്വാനമുണ്ടായിട്ടും ഇറങ്ങാതെ ഇരുന്ന സമയത്ത് തൻ്റെ ഒരു മകൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാനായിട്ട് ഇടയായിത്തീർന്നു. തനിക്ക് മറ്റൊരു തലമുറ ഇല്ലാത്തതിനാൽ ആ മനുഷ്യൻ ഭാരപ്പെട്ട് ആത്മഹത്യ ചെയ്യുവാനായിട്ട് മുറിയിൽ കയറി വാതിലടച്ച ഇരുന്ന സമയത്ത് വലിയൊരു പ്രകാശം തൻ്റെ മുന്നിൽ മിന്നുകയും തന്നോടൊരു ശബ്ദം ഇടപെടുവാനായിട്ട് ഇടയായിത്തീർന്നു. നിൻ്റെ ഒരു മകൻ നഷ്ടപ്പെട്ടതിൽ നിനക്കിത്രയും വേദനയാണെങ്കിൽ എൻ്റെ അനേക മക്കൾ നഷ്ടപ്പെടുന്നതിൽ എനിക്ക് വേദനയില്ലേ എന്നുള്ളൊരു ശബ്ദം ആ വ്യക്തി കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെ വെച്ച് താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിരുന്നു. ഈ വചനം, ഈ വാക്കുകൾ എൻ്റെ ഹൃദയത്തിലൊരു ചാട്ടുളി പോലെ തറച്ചു കയറുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ വചനത്തിൻ്റെ മുമ്പാകെ ഞാൻ എന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയായിരുന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ആ ഒരു പരീക്ഷ എൻ്റെ മേളിൽ അയക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ വെച്ച് ദൈവസന്നിധിയിൽ സുവിശേഷ വേലയ്ക്കായിട്ട് ഞാൻ ഏൽപ്പിച്ചു കൊടുത്ത് അങ്ങനെ ഞാൻ വന്ന് വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മകനെ ഗൾഫിൽ ജോലിയൊക്കെ ചെയ്തുവെങ്കിലും അവനെ എയർപോർട്ട് മാനേജ്മെൻറ്റാണ് അവൻ പഠിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. എന്നാൽ അനേക ഇൻ്റർവ്യൂകളിലൊക്കെ അവനെയും കൊണ്ട് പോകുവാനായിട്ടൊക്കെ ഇടയായിത്തീർന്നുവെങ്കിലും അതിലൊന്നും അവൻ പാസ്സാകാതെയൊക്കെ വലിയ വിഷമത്തിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ഈ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത അന്ന് തന്നെ അവന് ഒരു ഇൻ്റർവ്യൂവിന് എറണാകുളത്ത് പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ ഇൻ്റർവ്യൂവിൽ അവൻ പാസ്സാകുവാനായിട്ടും ഇടയായിത്തീർന്നു. ഞാൻ ഈ സുവിശേഷ വേലയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് എൻ്റെ ഭവനത്തിൽ വന്നതിന് ശേഷം എൻ്റെ ഭാര്യയോട് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു, നമ്മൾ ഇന്നോട്ട് സുവിശേഷ വേലയ്ക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്, ഇനി മുതൽ പട്ടിണിയാണെങ്കിലും സഹിച്ചുകൊള്ളണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയോട് അത് പറയുകയുണ്ടായി. എൻ്റെ ഭാര്യയ്ക്ക് 100 വട്ടം സമ്മതമായിരുന്നു ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നതിന്. ഞാൻ ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത ആ ദിവസം തന്നെയാണ് എൻ്റെ മകന് ഇൻ്റർവ്യൂവിൽ പാസ്സാകുവാനായിട്ട് ഇടയായിത്തീർന്നു. അവൻ വന്ന് പറഞ്ഞ ഒരു കാര്യം, ഏതാണ്ട് 480 പേരെ അവിടെ ഇൻ്റർവ്യൂവിന് കടന്നു വന്നുവെങ്കിലും 4 പേരെയാണ് അവിടെ സെലക്ട് ചെയ്യാനായിട്ട് ഇടയായിത്തീർന്നത്. അതിലൊരാൾ എൻ്റെ മകനായിരിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്നും അവന് തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ അവന് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് 2 മക്കളാണ്, ഒരു മകന് ഒരു മകൾ. 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. 2 പേർക്കും ഓരോ കുഞ്ഞുങ്ങളുമായി അവർ സ്വസ്ഥമായി ജീവിക്കുന്നു. ദൈവം ഞങ്ങളെ നടത്തിയ വിധങ്ങളെയൊക്കെ ഓർത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വർണ്ണിപ്പാൻ നാവുകൾ പോരാ. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളൊക്കെ ഓർത്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാനൊരു സുവിശേഷ വേലക്കാരനായ ഒരു പാസ്റ്ററാകണമെന്ന് ഒരിക്കലും ഞാൻ താല്പര്യപ്പെട്ട ഒരു വ്യക്തിയല്ല. ഞാനൊരു മർത്തമ പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. എൻ്റെ മാതാവാണ് അതിനൊക്കെയും കാരണമായി തീർന്നത്.
ഞാൻ അങ്ങനെ ജനിച്ചു വളർന്നു. ഞാൻ മർത്തോമാ സഭയിലെ എല്ലാ മേഖലകളിലും ദൈവം എന്നെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഏകദേശം 380 വീട്ടുകാരുള്ള ഒരു പള്ളിയിലാണ് ഞാൻ കൂടി വന്നിരുന്നത്. അവിടെ അൽമായ ശുശ്രൂഷക്കാരനായിട്ട്, സൺഡേ സ്കൂൾ അധ്യാപകനായിട്ട്, അതുപോലെ കൊയറിൻ്റെ ലീഡറായിട്ട്, യുവജന സഖ്യത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടൊക്കെ മേഖലയിൽ എനിക്ക് ശോഭിപ്പാനായിട്ട് ദൈവം കൃപ ചെയ്തു. അങ്ങനെ ഞാൻ ഒരു പ്രാർത്ഥനാക്കൂട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടെയായിരുന്നു. എന്നാൽ എനിക്ക് പാസ്റ്റർമാരെ ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് മാത്രമേ എനിക്ക് പറയുവാനായിട്ട് ഇടയായിത്തീരുള്ളൂ. ഞാൻ പാസ്റ്റർമാരെ വെറുത്ത ഒരു വ്യക്തിയാണ്. എന്നാൽ എന്നെ ദൈവം അങ്ങനെ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ ഇപ്പോഴേ IPC കലേബരം സെൻട്രലിൽ കുന്നക്കര സഭയിൽ ഒരു ശുശ്രൂഷകനായിട്ട് ഞാൻ സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രവാസ ജീവിതത്തിലുണ്ടായ അനേക അത്ഭുതങ്ങളുണ്ട്. ദൈവത്തിൻ്റെ വിടുതലുകൾ അനുഭവിപ്പാനൊക്കെ ഇടയായിത്തീർന്നിട്ടുണ്ട്. ഞാൻ ദുബൈയുടെ പ്രദേശത്താണ് ആദ്യമായിട്ട് ജോലിയോടുള്ള ബന്ധത്തിൽ കടന്നു പോകാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പോഴെൻ്റെ ഭാര്യ കുവൈറ്റിൻ്റെ പ്രദേശത്ത് ജോലിയോടുള്ള ബന്ധത്തിൽ കടന്നു പോകാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോഴേ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ പലപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുടുംബമായി പാർക്കുവാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ട് ഇത് സാധ്യമാകുന്നില്ല? നിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട് പ്രാർത്ഥനയിലല്ലാതെ കുടുംബമായി വേർപിരിഞ്ഞിരിക്കരുതെന്ന് നിൻ്റെ വചനം പറയുമ്പോൾ ഞങ്ങൾ 2 പേരും 2 രാജ്യത്ത് താമസിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ നാട്ടിൽ അവർ ഹോസ്റ്റലിൽ താമസിക്കുന്നു. എന്ത് കുടുംബ ജീവിതമാണ് എന്ന് ദൈവത്തോട് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചു. അങ്ങനെ ദുബൈയുടെ പ്രദേശത്ത് നിന്ന് ദൈവം എന്നെയും കുവൈറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇടയായിത്തീർന്നു. കുവൈറ്റിൽ കടന്നു ചെന്നപ്പോഴും ഞാൻ കമ്പനിയുടെ വിസയിലാണ് പോകുന്നത്. കമ്പനിയുടെ ക്യാമ്പിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ ഭാര്യ, എൻ്റെ വൈഫിൻ്റെ അനിയത്തി അവിടെയുണ്ട്. അവരുടെ കൂടെയാണ് എൻ്റെ അനിയത്തി താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കുടുംബമായിട്ട് താമസിക്കുവാനായിട്ടൊന്നും സാധിക്കുന്നില്ല. എൻ്റെ ശമ്പളമൊന്നും അതിന് ഉതകത്തില്ല ഞങ്ങളൊരു റൂം എടുത്ത് താമസിക്കുവാനായിട്ട്. ഞാൻ ക്യാമ്പിൽ താമസിക്കുന്നു, എൻ്റെ വൈഫ് അനിയത്തിയോട് താമസിക്കുന്നു. ഒരു ദിവസം ഞങ്ങളൊരു അവിടുത്തെ സഭയിൽ ഒരു പ്രാർത്ഥനയ്ക്ക് കടന്നുപോയപ്പോൾ ദൈവാത്മാവ് ഒരു ആൻറ്റിയോട് കൂടെ സംസാരിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ വിഷമിച്ച് ആ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ എന്നോട് ദൈവാത്മാവ് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. ആൻറ്റിയിൽ കൂടെ, എൻ മനമേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്ന് പറഞ്ഞ ആ വചനം എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഒരു വിടുതലായി മാറുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ തിരിച്ച് ക്യാമ്പിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ആ വചനത്തെ പിടിച്ചുകൊണ്ട് ഞാൻ ഒരു പാട്ട് എഴുതുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവകൃപയാൽ 6 പാട്ടുകൾ എനിക്ക് എഴുതുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ദൈവം ഞങ്ങളെ പാർപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞങ്ങൾ വർഷങ്ങളോളം കുടുംബമായി കുവൈറ്റിൻ്റെ പ്രദേശത്ത് താമസിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെയും ജോലിയുള്ള ബന്ധത്തിലൊക്കെ കടന്നു പോകുന്ന സമയത്ത് രാവിലെ 6 മണിക്കാണ് എൻ്റെ ഡ്യൂട്ടി തുടങ്ങുന്നത്. ഏകദേശം 3:45 ഞാൻ എഴുന്നേറ്റിട്ട് വാഹനത്തിൽ യാത്ര ചെയ്ത് കടന്നു പോകുന്നത് ക്യാമ്പും താമസിക്കുന്ന സ്ഥലമായിട്ട് ഒരുപാട് ദൂരമുണ്ട്. എന്നാൽ ഈ താമസ സ്ഥലത്ത് നിന്ന് ക്യാമ്പിലേക്ക് പോകുന്ന ആ ഒരു വാഹനത്തിൽ ഞാൻ കയറിയിട്ട് ഒരു ബസ് സ്റ്റോപ്പിൽ ചെന്ന് ഇരിക്കുമായിരുന്നു. ആ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് വളരെയധികം ഭയാനകമായ ഒരു ബസ് സ്റ്റോപ്പാണ്. കാരണമെന്ന് പറയുന്നത് ഞാൻ അവിടെ ഇരിക്കുന്ന ആ അവസരങ്ങളിലൊക്കെ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഓർക്കുമ്പോൾ അനേക പിടിച്ചുപറികൾ, അതുപോലെ തന്നെ ഒരു സുഡാനി വ്യക്തിയെ ആ ബസ് സ്റ്റോപ്പിൽ വെച്ച് പണത്തിന് വേണ്ടിയിട്ട് കൊലപാതകം ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ ഒരു ബസ് സ്റ്റോപ്പിൽ ഞാൻ ഏകനായിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് ദൈവം എനിക്ക് ധൈര്യം പകരുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ സമയത്താണ് ഞാൻ ഒരു പാട്ട് എഴുതുവാനായിട്ട് ഇടയായിത്തീർന്നത്. അങ്ങനെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ വളരെയധികം ദൈവം എന്നോട് ചെയ്ത കരുണയും കൃപയൊക്കെ ഓർത്തു കഴിഞ്ഞാൽ വളരെ വലുതാണ്. എൻ്റെ പ്രവാസ ജീവിതത്തിലാണ് എന്നെ ഏറ്റവും കൂടുതൽ ദൈവം സ്വാധീനിക്കാനായിട്ട് ഇടയായിത്തീർന്നത്. പ്രവാസ ജീവിതത്തിലാണ് ദൈവം എന്നോട് ഏറ്റവും കൂടുതൽ ഇടപെടാനായിട്ട് ഇടയായിത്തീർന്നത്. ദൈവവചനം ഇങ്ങനെ പറയുന്നല്ലോ, ഞാൻ മരുഭൂമിയിൽ വിളിച്ചുകൊണ്ടുപോയി ഹൃദ്യമായി സംസാരിക്കുന്ന ദൈവമെന്ന്. എന്നെ നാട്ടിലായിരുന്ന സമയങ്ങളിലൊന്നുമല്ല എനിക്ക് കൂടുതലായിട്ട് ദൈവത്തെ അറിയുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഇപ്പോഴും യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാട്ടിലായിരിക്കുന്ന ആ അനുഭവങ്ങളിലല്ല, എൻ്റെ പഴയ പ്രവാസ ജീവിതത്തിൽ ഞാൻ കർത്താവിനോട് ചേർന്നിരുന്ന അനുഭവങ്ങളൊക്കെ ഓർത്തു കഴിഞ്ഞാൽ ഒത്തിരി അനുഭവങ്ങൾ പങ്കിടുവാനായിട്ട് ഉണ്ട്. ഞങ്ങളവിടെ വെച്ച് ഒരു നൈറ്റ് പ്രെയർ എല്ലാ മാസത്തിൻ്റെ അവസാനത്തെ വ്യാഴാഴ്ച ദിവസം അവിടെ നൈറ്റ് പ്രെയർ ഉണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും ആ നൈറ്റ് പ്രെയറിൽ ഞങ്ങൾ പങ്കെടുക്കുമായിരുന്നു. രാത്രിയിൽ 9 മണി മുതൽ തുടങ്ങി വെളുപ്പിനെ 5 മണി വരെയാണ് ആ പ്രെയർ നടക്കുന്നത്. അത് 3 സെക്ഷനായിട്ടാണ് ഈ പ്രെയർ നടക്കുന്നത്. 2 സെക്ഷൻ ഇരുന്നതിന് ശേഷം ഏകദേശം 1 മണി കഴിഞ്ഞ സമയത്ത് ഞാനും എൻ്റെ ഭാര്യയും കൂടെ തിരിച്ച റൂമിലേക്ക് വരുന്ന സമയത്ത് കുവൈറ്റിൻ്റെ പ്രദേശത്ത് വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള യൗവനക്കാർ രാത്രിയിൽ കറങ്ങി നടക്കുകയും അപ്പോൾ അവർ വേണ്ടാത്ത രീതിയിൽ നമ്മളോട് ഇടപെടുകയൊക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ പലതും പറഞ്ഞ് കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. അങ്ങനെ ഞങ്ങളും 2 പേരും രാത്രിയിൽ അസമയത്ത് വന്ന്
ഈ ഒരു 3-4 ചെറുപ്പക്കാരുടെ മുന്നിൽ അകപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അകപ്പെട്ട് കഴിഞ്ഞതും ഞാൻ പെട്ടെന്ന് എൻ്റെ നാവിൽ വന്നത് ഞങ്ങളെ രണ്ടുപേരെയും കർത്താവിൻ്റെ രക്തത്തിൽ മുദ്ര വെക്കുകയായിരുന്നു. അവിടെ നിന്ന് ഭയത്തോടെയാണ് ഞങ്ങളുടെ റൂം വരെ എത്തുവാനായിട്ട് ഇടയായിത്തീർന്നതെങ്കിലും വളരെ ഒരു അനുഭവമാണത്. പിറ്റേന്ന് രാവിലെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ കമ്പനിയിൽ എൻ്റെ ഒരു ഡ്രൈവറുണ്ട്, മത്തായി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ വ്യക്തിയോട് പറയുന്ന സമയത്തൊക്കെ ആ വ്യക്തി അവരൊക്കെ എന്നെ ഒരുപാട് വഴക്ക് പറയാനായിട്ട് ഇടയായിത്തീരും. ഇത് ദൈവത്തിൻ്റെ കരുതൽ മാത്രമാണ്, ഇല്ല എങ്കിൽ അസമയമാണ്, ആരുമില്ല, ഞാനും ഭാര്യയും മാത്രമാണ് അവിടെ നിന്ന് കടന്നു വരുന്നത്, അപ്പോഴെന്തും വേണേൽ സംഭവിക്കാമായിരുന്നു. എന്നാൽ അവിടെയും ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ ജോലിയോടുള്ള ബന്ധത്തിൽ അനേക ആപത്തുകൾ, അനർത്ഥങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഒരു ദിവസം ഞങ്ങൾ 25 ടണ്ണുള്ള ഒരു ബൂമെന്ന് പറയുന്ന ഒരു സാധനം വെൽഡ് ചെയ്യുന്ന സമയത്ത് അത് ബെൽറ്റിൽ കോർത്ത് മുകളിലേക്ക് എടുക്കുന്ന സമയം ആ ബെൽറ്റ് പൊട്ടിപ്പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ അതിൻ്റെ കീഴിൽ അതിന് മുമ്പ് വരെയും ഒരു 2 മിനിറ്റ് മുമ്പ് വരെയും അതിൻ്റെ ആ വെൽഡിങ് ചെയ്യാനുള്ള ആ മെറ്റീരിയലിൻ്റെ കീഴിൽ നിന്നതാണ്. എന്നാൽ അവിടെ നിന്ന് ദൈവം എന്നെ തട്ടി മാറ്റി. ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഈ സാക്ഷ്യം പറയുവാൻ പോലും ഇവിടെ ഞാൻ കാണുകയില്ലായിരുന്നു. അങ്ങനെ ആപത്തിൽ നിന്ന് ദൈവം എത്രമാത്രം എന്നെ വിടുവിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ വളരെയധികം അനുഭവം ആണ്. ഞാൻ അതുപോലെ തന്നെ അജ്മാനിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെയും നടന്ന ഒരു സംഭവമുണ്ട്. ഞാൻ എൻ്റെ കമ്പനിയിൽ ഇതുപോലെ തന്നെ ഞങ്ങൾ 2 പേരെയാണ് ആ കമ്പനിയിലേക്ക് ആദ്യമായിട്ട് അയക്കുന്നത്. പുതിയൊരു കമ്പനിയാണ് അവിടെ തുടങ്ങുന്ന. ആ കമ്പനിയിലേക്ക് ഞാനും ഒരു ഇലക്ട്രീഷ്യനുമാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ആ സമയത്ത് അവിടെ പുറത്തു നിന്ന് ഒരു വ്യക്തിയെ കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ പുള്ളിക്ക് നമുക്കറിയാമല്ലോ, ഗൾഫിൻ്റെ മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ പുറത്തിറങ്ങി പോകുന്നതിനൊരു കാർഡ് ID കാർഡ് നമുക്ക് അടിച്ചു കിട്ടുന്നത് അറിയാമല്ലോ. ഈ കാർഡ് ആ വ്യക്തിക്കില്ലായിരുന്നു. ഒരു ദിവസം ഞങ്ങളിങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു വാട്ടർ ടാങ്കിൻ്റെ ഒരു അടപ്പ് ഈ വ്യക്തി പൊക്കിയെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പൊക്കിയെടുത്ത സമയത്ത് അത് കയ്യിൽ നിന്ന് സ്ലിപ്പായി തൻ്റെ കയ്യിലേക്ക് ഭാരമുള്ള അടപ്പ് വീഴുവാനായിട്ട് ഇടയായിത്തീർന്നു. ഏകദേശം 4 വിരലുകളോളം ചതഞ്ഞ് ഒരു വല്ലാത്ത അവസ്ഥയിൽ ആ വ്യക്തി വളരെയധികം വേദന അനുഭവപ്പെടുന്ന ആ ഒരു നിമിഷം ഞാൻ ഓർക്കുകയാണ്. ആ സമയത്ത് വേറെ ആർക്കും ഈ വ്യക്തിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല. കാരണം ID കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഹോസ്പിറ്റലിൽ കടന്നു പോകാനായിട്ട് ഇടയായിത്തീരുകയുള്ളൂ. പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിൽ ഒരു വലിയ വിഷമം വന്നു. ഞാൻ ഈ വ്യക്തിയെ കൊണ്ട് നേരെ ആ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയായിത്തീർന്നു. കടന്നു ചെന്ന സമയത്ത് അവിടെ അനേക നേഴ്സുമാർ ഞങ്ങളെ കണ്ടിട്ട് ഇങ്ങനെ കടന്നു പോകുന്ന ഒരനുഭവം ഉണ്ടായിരുന്നു. ആ വ്യക്തി വേദന കടിച്ച് തിന്നുന്നു, എനിക്ക് അതിനേക്കാളും വേദനയായിട്ട് ഞാനിരിക്കുന്നു. പക്ഷേ പല നേഴ്സുമാർ, ഞങ്ങൾക്ക് ഭാഷയുടെ പ്രോബ്ലം ഉണ്ടല്ലോ, പലരും ഞങ്ങളെ കണ്ടിട്ട് കടന്നുപോയ സമയത്ത് വളരെയധികം വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ്റെ പേര് ആൻ്റണി എന്നാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ആൻ്റണി എന്നും പറഞ്ഞ് എന്തോ വിളിച്ച സമയത്ത് പെട്ടെന്ന് ഒരു ഫിലിപ്പിനി നേഴ്സ് ഇത് കേട്ടു, ആൻ്റണി എന്നുള്ള പേര്. അപ്പോൾ തന്നെ ആ നേഴ്സ് പെട്ടെന്ന് ഓടി വന്നിട്ട് ആ വ്യക്തിയോട് യു ആർ ആൻ്റണി എന്നിട്ട് പിന്നെ ചോദിച്ചു യു ആർ ക്രിസ്ത്യൻ. അപ്പോൾ ആ 2 വാക്കുകളിൽ ആ നേഴ്സ്, ആ ഫിലിപ്പിനി നേഴ്സ് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്ത് എൻ്റെ ആ കൂട്ടുകാരന് മരുന്നൊക്കെ വെച്ച് കെട്ടി എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി ഞാൻ കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഗൾഫിൻ്റെ ജീവിതത്തിൽ ആ ഒരു അനുഭവം എനിക്ക് എപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഓർക്കൊരു വ്യക്തിയെ രക്ഷിക്കുവാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് വേറൊരു വ്യക്തിക്കാണെങ്കിൽ അത് ഞാൻ കുവൈറ്റിലായിരിക്കുന്ന സമയത്താണ് ഒരു UP-കാരനായ എൻ്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹം ഒരു വലിയ പ്ലേറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് ആ പ്ലേറ്റ് ഇങ്ങനെ ക്രെയിനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മാഗ്നറ്റിക് പവറുള്ള ഒരു ക്രെയിനാണ്. ആ ക്രെയിനിൽ ഇങ്ങനെ പൊക്കിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് മാഗ്നറ്റിക് പവർ ഡിസ്കണക്റ്റ് ആയിട്ട് നേരെ ആ വ്യക്തിയുടെ കാലിലേക്ക് വീഴുവാനായിട്ട് ഇടയായിത്തീർന്നു. കാലിൽ വീണ് കഴിഞ്ഞപ്പോൾ ഭയങ്കര സൗണ്ടോട് കൂടിയാണ് ഞാനത് കാണുന്നത്. എൻ്റെ തൊട്ടടുത്താണ് ഈ മനുഷ്യൻ നിന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവൻ വേദന കൊണ്ട് പുളയുകയാണ്. ഞാൻ ഓടിച്ചെന്നിട്ട് അവൻ്റെ കാലിൽ നിന്ന് അവൻ്റെ ഷൂസൊക്കെ വലിച്ച് ഊരിക്കളഞ്ഞ്, സോക്സ് ഊരിക്കളഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ ഇരുന്ന കുടിവെള്ളം ഉണ്ടായിരുന്നു, അതെടുത്ത് പെട്ടെന്ന് അവൻ്റെ കാലിൽ തേച്ച് അവന് വലിയൊരു ആശ്വാസം പകരുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുശേഷം പെട്ടെന്ന് അവനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുവാനൊക്കെ ഇടയായിത്തീർന്നു. ഇങ്ങനെ ഗൾഫിൻ്റെ പ്രദേശത്ത് ജോലി ചെയ്യുന്ന സമയത്ത് അനേക ആപത്തുകൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ കരുതലുകളൊക്കെ അനുഭവിക്കാനായിട്ട് ഇടയായിത്തീർന്നിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് കടന്നു പോകുന്ന ആദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ദുബൈയുടെ പ്രദേശത്തേക്കാണ് കടന്നു പോകുന്നതെന്ന് ഞാൻ പറയാനായിട്ട് ഇടയായിത്തീർന്നു.
ദുബൈയുടെ പ്രദേശത്ത് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ ആ നിമിഷങ്ങളിലൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവത്തോട് അടുക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. കാരണം ആരും നമുക്കൊരു സഹായമില്ല, കുടുംബമില്ല, നമ്മുടെ കുഞ്ഞുങ്ങളാരും നമ്മളോട് കൂടെ ഇല്ല. നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാലും നമുക്ക് ആശ്രയിക്കുവാനായിട്ട് വേറെ ആരുമില്ല. ഒരു കൂട്ടുകാരനോട് നമുക്ക് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു കഴിഞ്ഞാലും അവനും നമ്മൾക്ക് വേണ്ടി ഇപ്പോഴും പനി പിടിച്ച് നമ്മൾ 2 ദിവസം കിടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളെ കൂടെ നിന്ന് ശുശ്രൂഷിക്കാനായിട്ട് ആരുമില്ല. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ഒരു അടുപ്പം മാത്രമാണ് നമ്മൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ദുബൈയുടെ പ്രദേശത്ത് കടന്നു പോകുമ്പോൾ എനിക്കൊരു കൂട്ടുകാരനെ അവിടെ വെച്ച് ലഭിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അദ്ദേഹത്തിൻ്റെ പേര് സജി എന്നാണ്. അവരെയൊക്കെ ഞാൻ മറക്കാതെ ഞാൻ പേര് പറയുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും അവരെ ഒന്നും മറക്കുവാനായിട്ട് സാധിക്കില്ല. ആ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ഈ സജിയാണ് ഷാർജയിൽ ആരാധനാലയത്തിൽ കൊണ്ടുപോകാനായിട്ട് ഇടയായിത്തീർന്നത്. അവിടെയൊക്കെ ആരാധിക്കുന്ന ആ സമയങ്ങളൊക്കെ ജീവിതത്തിൽ ഓർക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആരാധനകളൊന്നും അല്ല ഗൾഫിലുള്ള ആരാധന എന്ന് പറയുക. കാരണം ആരും നമുക്ക് സഹായമില്ല, ആരും നമുക്ക് കരുതാനായിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ഭാരമുണ്ടായാലും നമുക്ക് ഇറക്കി വെക്കുവാനായിട്ട് ഒരേ ഒരു അത്താണി എന്ന് പറയുന്നത് കർത്താവിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് അനുഭവങ്ങൾ നമുക്ക് ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, വേദനകൾ കടന്നു വരുമ്പോൾ നമുക്ക് ഭാരങ്ങൾ ഇറക്കി വെക്കുവാനായിട്ട് കർത്താവല്ലാതെ വേറെ ഒരു ആശ്രയം നമുക്കില്ല. ഞാനിങ്ങനെ ആരാധനയ്ക്ക് പോകുവാനായിട്ട് ഈ സജിയാണ് എന്നെ അവിടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ ദൈവം എന്നെ എടുത്ത് ഉപയോഗിച്ച സാഹചര്യങ്ങളും വളരെ വലുതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം പാടുവാനായിട്ട് അല്പം കഴിവ് തന്നിട്ടുണ്ട്. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ, അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാഥാ, ഈ ജീവിതമെന്തിനു നാഥാ. ഈ പാട്ട് ഞാനവിടെ പാടിയപ്പോൾ ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന ചില അച്ചായന്മാർക്ക് എന്നോട് ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ ഉണ്ടാകുകയും അതിനുശേഷം ആ PIPയുടെ മത്സരം വന്ന സമയത്ത് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊക്കെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടുക എന്നുള്ളത് വളരെയധികം ജീവിതത്തിൽ ഒരു അനുഭവമാണ്. അപ്പം എന്നെയും അതിന് ആ ടീമിലേക്ക് എന്നെ ചേർക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞങ്ങളുടെ ടീം പാടി ഞങ്ങൾക്ക് ദൈവകൃപയാൽ ഞങ്ങൾക്കതിന് സമ്മാനം വാങ്ങിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുശേഷം ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു ദിവസം ചെന്ന് ആരാധനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു പാസ്റ്ററാണ്. പാസ്റ്റർ പെട്ടെന്ന് അവിടെ നിന്നുകൊണ്ട് ചോദിച്ചു, സാവു ബ്രദർ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ പോയത് വല്ലാത്തൊരു അനുഭവം. കാരണം നാട്ടിലുള്ള എന്തെങ്കിലും പെട്ടെന്നുള്ള അനുഭവങ്ങൾ വല്ലതും ആണോ എന്നോട് പറയുവാനായിട്ടാണോ പാസ്റ്റർ ഇങ്ങനെ തിരയുന്നതെന്ന് ചോദിച്ചു. ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിച്ചു. അപ്പോഴാണ് വീണ്ടും എടുത്തു ചോദിക്കുന്നത്, സാവു ബ്രദർ വന്നിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് കൈ പൊക്കി ഇങ്ങനെ പാസ്റ്ററിനെ കാണിച്ചു. ഉടനെ എന്നോട് പറഞ്ഞു ഇങ്ങനെ എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. അപ്പോഴെൻ്റെ മനസ്സിൽ ഇടിപ്പോടെയാണ് ഞാൻ എഴുന്നേറ്റ് ചെല്ലുന്നത്. അപ്പം അപ്പോഴേ പാസ്റ്റർ എന്നോട് പറയുകയാണ്, അവിടെ പാട്ട് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന 3 പേരുണ്ട്, അവരുടെ കൂട്ടത്തിൽ പോയി നിന്ന് പാടുവാനായിട്ട് എന്നോട് പറയുവാനായിട്ട് ഇടയത്. അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ എന്തുള്ളൂ, പാട്ടുകാരൻ പാടുന്നത് പോലെ ഞാൻ എന്തുള്ളൂ എന്നുള്ള ആ ഒരു വാക്ക് പോലെ എൻ്റെ ജീവിതത്തിൽ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. കാരണം ചെറിയൊരു സഭയല്ല, അനേക ദൈവമക്കൾ കൂടുന്ന വലിയൊരു സഭയിലാണ് ഇങ്ങനെ പാട്ട് പാടി ലീഡ് ചെയ്ത് ചെയ്യുവാനൊക്കെയുള്ള അവസരങ്ങൾ ദൈവം തരുവാനായിട്ട് ഇടയായിത്തീർന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കുവാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബൈയുടെ പ്രദേശത്ത് ജോലി ചെയ്യുന്ന സമയത്ത് 7 മണിക്കാണ് ഞാൻ ഡ്യൂട്ടിക്ക് കടന്നു പോകേണ്ടത്. അവിടെയും രാവിലെ ഞാൻ എഴുന്നേൽക്കുമായിരുന്നു. രാവിലെ എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് യാതൊരു സാഹചര്യമില്ല. കാരണം ക്യാമ്പിലാണ് താമസിക്കുന്നത്, മറ്റുള്ള വിശ്വാസത്തിലുള്ളവരാണ് അവിടെ ക്യാമ്പിൽ എൻ്റെ റൂംമേറ്റായിട്ടുള്ളത്. അവരോടൊന്നും എനിക്കിരുന്ന് അവിടെ പ്രാർത്ഥിക്കുവാനുള്ള സാഹചര്യമില്ല. ഞാനിങ്ങനെ ഇരുന്ന് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഒരു പ്രാർത്ഥിക്കാനൊരു എവിടെയാണ് ഞാനിരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്കൊരു സാഹചര്യം ഒപ്പിച്ചു തരണമെന്നുള്ളതിൽ ഞാൻ ദൈവത്തോട് പറയുവാനായിട്ട് ഇടയായിരുന്നു. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഞാൻ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ അലക്കിയിടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകുന്ന അവിടെ ഉണ്ട്. ഞാൻ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് ഇങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ വളരെ ഒരു വലിയ റൂമിൻ്റെ മുകൾ വശത്താണ്. അവിടെ യാതൊരു വിധമായ തടസ്സമില്ലാത്ത ഒരു സ്ഥലമാണ് എനിക്ക് കിട്ടിയത്. ഞാൻ എന്നും അവിടെ ചെന്നിരുന്ന് ഞാൻ മണിക്കൂറുകൾ എടുത്ത് അന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ എന്നും അന്ന് ബൈബിൾ വായിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ റൂമിലിരുന്ന് ലൈറ്റ് ഇടാനായിട്ട് പറ്റുകയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ജോലി ചെയ്തിട്ട് ക്ഷീണിച്ച് വന്ന് കിടക്കുമ്പോൾ നമ്മൾ ലൈറ്റ് ഇട്ട് അവർക്കത് ഒരു വേദന ഉണ്ടാക്കുന്നതിന് ഞാനത് ഇഷ്ടപ്പെടുന്നു.
അനുഭവപ്പെടുന്നില്ല. ഇപ്പം പിന്നെ പുറത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ വെളുപ്പിനെ ഞാൻ എഴുന്നേൽക്കുന്ന സമയത്തൊന്നും പ്രകാശമില്ലാത്ത അനുഭവമാണ്. അപ്പം എൻ്റെ നാവിലെന്നും ഞാൻ ഒരു സങ്കീർത്തനം 19-ാം സങ്കീർത്തനമാണ് ഞാൻ എന്നും പറഞ്ഞ് ദൈവത്തെ പ്രാർത്ഥിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് ചെല്ലുന്ന സമയത്ത് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ദൈവം സൃഷ്ടിച്ച ആകാശമണ്ഡലത്തെയൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷത്തോടുകൂടി ഞാൻ ഇത് മാത്രമാണ് പറയുന്നത്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവലെ പ്രസിദ്ധമാക്കുന്നു, പകലിന് വാക്ക് കൊടുക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഇത് മാത്രം പറഞ്ഞാണ് ഞാൻ എന്നും ഈ സങ്കീർത്തനം ഉരുവിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതൊക്കെ ഓർക്കുമ്പോൾ വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ ഞാൻ ദൈവവുമായിട്ട് വഴക്കിടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. എന്തെങ്കിലും കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്നില്ല എങ്കിൽ ഞാൻ ദൈവത്തോട് വഴക്കിടുന്ന പോലെ ഞാൻ ചോദിക്കുവാൻ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചത്. കാരണം ഞാൻ എൻ്റെ അപ്പനായിട്ട് തന്നെയാണ് എൻ്റെ കർത്താവിനെ ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം മകൻ അപ്പനോട് എന്ത് കാര്യവും ചോദിക്കുവാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ സ്വന്തം അപ്പനോട് ചോദിക്കുന്നത് പോലെ തന്നെ ഞാൻ എൻ്റെ കർത്താവിനോട് കാര്യങ്ങൾ ചോദിക്കുമായിരുന്നു. ഞങ്ങൾ തമ്മിൽ വഴക്കിടുമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ദുബൈയിലായിരിക്കുന്ന സമയത്താണല്ലോ കുവൈറ്റിൻ്റെ പ്രദേശത്ത് കടന്നു പോകാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ദൈവത്തോട് ചോദിച്ച ആ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഭാര്യ ഭർത്താവ് വേർപെട്ടിരിക്കുന്ന പ്രാർത്ഥനയിലല്ലാതെ, ഞാൻ ദൈവത്തോട് ചോദിച്ചു, പിന്നെ എന്തുകൊണ്ട് ഞങ്ങളെ ഒരുമിച്ച് പാർപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദൈവത്തോട് ഞാൻ വഴക്കുണ്ടാക്കുമായിരുന്നു. അങ്ങനെ വരുന്നിട്ട് സമയത്ത് ഞാൻ തിരിച്ചിട്ട് അപ്പം ഞങ്ങളുടെ ക്യാമ്പിൽ ചിലപ്പോൾ വെള്ളമില്ലാതെ രാവിലെ പ്രഭാതകൃത്യങ്ങൾ ചെയ്യുവാനായിട്ട് സാഹചര്യമില്ലാതെ ബുദ്ധിമുട്ടുന്ന അനുഭവങ്ങളുണ്ട്. അപ്പം ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ വേറൊരു കമ്പനിയുണ്ട്, അവിടെ വെള്ളം എപ്പോഴും ലഭിക്കുന്നതാണ്. ഞാൻ എണ്ണീറ്റ് അവിടെ പോയി പ്രഭാതകൃത്യങ്ങൾ നടത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ദൈവത്തോട് ഞാൻ ഈ കാര്യങ്ങളിങ്ങനെ പറഞ്ഞിട്ട് നടന്നു വരും. എന്നിട്ട് ഞാൻ ദൈവത്തോട് ചോദിക്കും, എന്നെ കുവൈറ്റിൽ കൊണ്ടുപോകുക, ഇപ്പോൾ എനിക്കൊരു അടയാളം കാണിക്കണമെന്ന് പറയും. എന്നിട്ട് ഞാൻ പറയും, ഇപ്പോഴാകാശത്ത് ഒരു ഫ്ലൈറ്റ് കാണിക്കണമെന്ന് പറയും. ഞാൻ ഇങ്ങനെ അടയാളം ചോദിക്കും. എന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കി, അപ്പം എയർപോർട്ട് കുറേ ദൂരെയാണ്. ഞാൻ തിരിഞ്ഞു നോക്കി ചിലപ്പോഴേ ഗേറ്റിനകത്തേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് എനിക്ക് അടയാളം തന്ന് ദൈവം എന്നെ ഉറപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ചിലപ്പം കേൾക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് നിസ്സാരമായിട്ട് ചിലപ്പോൾ തോന്നുമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അത് വളരെ വലിയ അനുഭവങ്ങളാണ് ഇത് നടന്നിട്ടുള്ളത്. ഒരു ദിവസം ഞാൻ ഒരു പ്രാർത്ഥനയിൽ, എൻ്റെ അനിയത്തിയുടെ മക്കൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം പ്രാർത്ഥനയിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ കുഞ്ഞ് എൻ്റെ മടിയിലേക്ക് ചാടിയിരുന്ന് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ പ്രസ് ചെയ്തപ്പോൾ എൻ്റെ കണ്ണാടി ഒടിഞ്ഞു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. എനിക്കന്ന് യാതൊരു നിർവാഹവുമില്ല പുതിയൊരു കണ്ണാടി വാങ്ങുവാനായിട്ട്. അപ്പോൾ ഞാൻ ആ കണ്ണാടി വാങ്ങുവാനായിട്ട് ഇങ്ങനെ വളരെയധികം വിഷമിക്കുന്ന സാഹചര്യത്തിൽ ഒരനുഭവം ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്ന് ഞങ്ങളുടെ കമ്പനി ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് നിർത്തിവെച്ചിരുന്ന ഒരു അനുഭവമായിരുന്നു. എന്നാൽ എൻ്റെ ഈ കണ്ണാടി ഒടിഞ്ഞിട്ട് എനിക്ക് ബൈബിളൊന്നും വായിക്കുവാനായിട്ട് സാധിക്കാതെ ഇരിക്കുന്ന വളരെയധികം വിഷമിച്ച ഒരു അനുഭവമുണ്ട്. ബൈബിൾ വായിക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമത്തിൽ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഇൻസെൻറ്റീവ് വീണ്ടും കമ്പനി തുടർന്ന് തരുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ ഇൻസെൻറ്റീവ് തന്നു ഞാൻ പുതിയൊരു കണ്ണാടി വാങ്ങുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ കണ്ണാടി വാങ്ങിച്ചു വീണ്ടും കമ്പനി ഇൻസെൻറ്റീവ് വീണ്ടും നിർത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇതൊക്കെ ഞാൻ പറയുന്നത് ജീവിതത്തിലെ വളരെ വിലയേറിയ അനുഭവങ്ങളാണ്. അതുപോലെ ആരാധനയ്ക്കുള്ള ആ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിൽ നമ്മൾ വലിയ ആരാധനയ്ക്കൊന്നും അധികം പ്രാധാന്യമൊന്നും നമ്മൾ കൊടുക്കുന്നില്ല, നമ്മൾക്ക് ആരാധന. എന്നാൽ ഗൾഫിൻ്റെ പ്രദേശത്ത് ഇന്നും അത് തന്നെ മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്, അനേക ദൈവമക്കൾ അവിടെ ആരാധിക്കുന്നതിൻ്റെ ആ വലിയ മഹത്വം വന്നിട്ട് ഓരോരുത്തർ പറയുന്ന കേൾക്കുമ്പോൾ നാട്ടിൽ നമുക്ക് അത്ര ആരാധനയൊന്നും നടക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആരോരുമില്ലാത്ത ഒരു അനുഭവമാകുമ്പോൾ നമുക്ക് ആകെപ്പാടെ ശാശ്വതം എന്ന് പറയുന്ന കർത്താവിൽ മാത്രമാകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കർത്താവിനോടാണ് നമ്മൾ അടുത്ത് നിൽക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അവിടുന്ന് മാത്രമാണ് നമുക്കൊരു ആശ്രയം, അവിടുന്ന് മാത്രമാണ് നമ്മൾക്ക് ഒരു സഹായം എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീരും. പ്രവാസ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട്. ഞങ്ങളുടെ കമ്പനിയിൽ ഉണ്ടായ ഒരു അനുഭവം വളരെയധികം വേദനാജനകമായ ഒരനുഭവമാണ്. നാട്ടിൽ നിന്ന് കടന്നു വന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ വളരെയധികം വിഷമത്തോടുകൂടി അവിടെ കടന്നു വന്നുവെങ്കിലും പലപ്പോഴും നമ്മൾ ദൈവവചനം അവരോടൊക്കെ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ അത് ഏറ്റെടുക്കുവാനായിട്ട് ആ വ്യക്തി കാണിക്കാത്തതിൻ്റെ ഫലമായിട്ട് അവിടെ വെച്ച് തന്നെ താൻ ആത്മഹത്യ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നത് ജീവിതത്തിൽ വളരെയധികം വിഷമം ഉണ്ടാക്കിയ ഒരു അനുഭവമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാമല്ലോ, ഗൾഫിലേക്ക് വരുന്നത് എന്തിനാണ്? നമ്മൾ നാട് വിട്ട് പാട്ടുകാരൻ
എല്ലാവരും നാട് വിട്ട് വീട് വിട്ട് കടന്നു പോകുന്ന ഒരു നന്മ പ്രതീക്ഷിച്ചുകൊണ്ടാണ് എല്ലാവരും ഗൾഫിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയായിത്തീരുന്നത്. പക്ഷേ ആ വ്യക്തി അവിടെ വന്നതിന് ശേഷം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടത് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അത് ഓർക്കുമ്പോൾ ഇന്നും അത് വേദനാജനകമാണ്. കാരണം തൻ്റെ കുടുംബത്തെ പോറ്റുവാൻ വേണ്ടി അവിടെ വന്നതിന് ശേഷം തനിക്കുണ്ടായ എന്തോ പ്രതിസന്ധി. പക്ഷേ നമ്മൾ അവരോടൊക്കെ ആ സാഹചര്യത്തിൽ ദൈവവചനത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതൊക്കെ പുറന്തള്ളിക്കളയുന്ന അനുഭവങ്ങൾ നമ്മൾ കാണുവാനായിട്ട് ഇടയായിത്തീരും. പക്ഷേ പിന്നീട് അത് ആ ഒരു ആത്മഹത്യയിലേക്ക് കടന്നുപോയി കഴിഞ്ഞപ്പോൾ ഒരാത്മാവിനെ നഷ്ടപ്പെട്ടു പോയത് നമ്മൾക്കും അതൊരു വലിയ വേദനയായി എൻ്റെ ജീവിതത്തിൽ ഇന്നും അത് അവശേഷിക്കുന്നു. അങ്ങനെ ഗൾഫിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഞാനിങ്ങനെ ഓർത്തെടുക്കുകയാണ്. ഞാൻ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ആ കമ്പനിയിൽ ഈ പുതിയൊരു കമ്പനിയിലേക്ക് ഞാൻ കുവൈറ്റിൽ 2 പ്രാവശ്യം കടന്നു പോകാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ പുതിയൊരു കമ്പനിയിലേക്ക് ഞാൻ ജോയിൻ ചെയ്ത് ഏകദേശം 1 വർഷം ആയില്ല. ആകാത്ത സമയത്താണ് കമ്പനി എന്നെ ടെർമിനേറ്റ് ചെയ്യുകയായിരുന്നു. ഒരു 11 പേരെ കമ്പനി ടെർമിനേറ്റ് ചെയ്തതിൽ എന്നെയും ഉൾപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ എന്നോടൊപ്പം ടെർമിനേറ്റ് ചെയ്തവരെല്ലാം വർഷങ്ങളോളം അവർ അവിടെ ആയിരുന്നവരാണ്. അവർക്കെല്ലാം പിരിഞ്ഞു പോകുന്ന സമയത്ത് നല്ലൊരു എമൗണ്ട് കയ്യിൽ വരുമായിരുന്നു. എന്നാൽ എനിക്ക് അത് ലഭിക്കാനായിട്ട് ഇടയാകില്ല. കാരണം 1 വർഷം പോലും ഞാനായിട്ടില്ല. എന്നാൽ എനിക്കും അവരോടൊപ്പം ടെർമിനേഷൻ ലഭിച്ചപ്പോൾ അവർക്ക് കിട്ടിയ അതേ എമൗണ്ട് തന്നെ എനിക്കും തന്ന് ദൈവം എന്നെ നാട്ടിലേക്ക് വിടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. കാരണം നാട്ടിൽ വന്നതിന് ശേഷം ഈ ദൈവവേലയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു ദൈവദാസൻ മുഖേന വചനം പറഞ്ഞാണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതെന്ന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ഞാൻ എൻ്റെ ഭവനത്തിൽ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് ഞാൻ വചനം പഠിക്കുവാനായിട്ട് പോയിട്ടുള്ള സെമിനാരിയിൽ ചേർന്നിട്ടില്ല. ഞാനൊരു ദിവസം ഇങ്ങനെ ഭവനത്തിലിരിക്കുന്ന സമയത്ത് 2 ദൈവദാസന്മാർ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അവർ വന്നതിന് ശേഷം എന്നോട് ചോദിച്ചു, അച്ഛാൻ എന്നാ പരിപാടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഗൾഫിൽ നിന്ന് വന്നതാണല്ലോ, ഇനി വേറെ പരിപാടിയൊന്നും ആയിട്ടില്ല, ഞാനിങ്ങനെ ഇരിക്കുക, ദൈവവചനം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നു. അപ്പോഴാണ് എന്നോട് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു, ഇവിടെ അടുത്തൊരു സഭയുണ്ട്, ആ സഭയുടെ ചാർജ് ഏറ്റെടുക്കുവാനായിട്ട് അവിടുത്തെ സെൻട്രൽ പാസ്റ്ററിനെ ചെന്ന് കാണണമെന്ന് പറയാനായിട്ട് ഇടയായി. ഞാൻ വചനം പഠിക്കുവാനായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴേ എനിക്ക് അങ്ങനെ എൻ്റെ മനസ്സിലേക്ക് ഒരു താല്പര്യം വന്നില്ല. എന്നാൽ എൻ്റെ അനേക സ്നേഹിതന്മാരോട് ആ കാര്യങ്ങൾ ഞാൻ പങ്കുവെച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇത് ദൈവമായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ്, അതുകൊണ്ട് ആ വേല ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ആ വേല ഏറ്റെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ തന്നെ ഞാൻ ഈ വേലയിൽ ഇപ്പോൾ ആയിരിക്കുന്നു. എൻ്റെ പ്രവാസ ജീവിതത്തിലും ഇപ്പോഴും ഞാൻ നാട്ടിലായിരിക്കുന്ന ഈ അവസ്ഥയിലും ദൈവം നടത്തിയ എല്ലാ വിധങ്ങളെയും ഓർത്ത് വീണ്ടും ദൈവത്തിന് നന്ദി കരയറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. എന്നെ കേട്ട എല്ലാവർക്കും കർത്താവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു.